എൻ്റെ ബന്ധു ശ്രീ എ ജലീലുണ്ട്. ജലീൽ, താങ്കൾക്ക് എത്ര കാലമായി ഈ കുടുംബത്തെ അറിയാം? അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ എത്ര കാലമായി അറിയാം? ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പാങ്ങോട് കൊണ്ടുപോയി ഒരു 11 വർഷമായി ഈ അർഫാൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ താമസിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ ഈ വീട്ടിൽ ഞങ്ങൾ ചെല്ലാറുണ്ട്. അതുപോലെ ഈ കുട്ടിയും അനിയനും ജ്യേഷ്ഠനും കൂടെയൊക്കെ സ്കൂളിൽ പോകുന്നതെല്ലാം ഞങ്ങൾ വഴിനീളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചിരിക്കും, മാമ ഇവിടെ പോകുന്നു എന്ന് മാത്രമാണ് അവർ ചോദിക്കാറുള്ളത്. മറ്റ് ഇടപാടുകളൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. ശരി, അപ്പോൾ ഈ ഉമ്മ ഫെമിക്ക് മാത്രം ഈ 65 ലക്ഷം രൂപയുടെ കടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവർ വളരെ സാധാരണ ഒരു കുടുംബത്തിലായിരുന്നു. അതിനുശേഷമാണ് അബ്ദുൾ റഹീം പിതാവ് സൗദിയിൽ പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു കച്ചവടം നടത്തി അല്പം സാമ്പത്തിക ഭദ്രതയൊക്കെ ഈ കുടുംബത്തിന് ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ ചില സാമ്പത്തിക പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് വീട്ടിലേക്ക് ഇതുവരെ വരാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയൊരു കടബാധ്യത ഉണ്ടായത്? അതിന് മാത്രം സ്വത്തുവകകൾ അവർക്കുണ്ടോ? അതിന് മാത്രം എന്തെങ്കിലും ദൂർത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഇവിടെ 10 സെന്റും ഒരു വീടുമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇദ്ദേഹം ഗൾഫിൽ ആയിരുന്ന സമയത്താണ് ഇവിടെ വീട് വെക്കുന്നത്. പക്ഷേ അവിടെ സുഖമായി സന്തോഷമായി താമസിച്ച് വരുന്നതായിട്ടാണ് ഞങ്ങൾക്കുള്ള വിവരം. പക്ഷേ ഇദ്ദേഹത്തിന് സൗദിയിൽ റിയാദിൽ സ്പെയർ പാർട്സിൻ്റെ കട 2-3 എണ്ണം ഉണ്ടായിരുന്നു. അത് ഈ കൊറോണ സമയത്ത് ഇവർ കട ഡൗണായി, അദ്ദേഹം കടക്കാരനായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരോ ദമാമിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പോൾ ഒരു 2.5 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ഭാര്യയെയും 2 മക്കളെയും കൂടെ വിസിറ്റിംഗ് വിസയിലേക്ക് അദ്ദേഹം ദമ്മാമിൽ കൊണ്ടുപോയി 9 മാസക്കാലം അവിടെ നിന്നു. ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് അവർ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. പക്ഷേ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇവർക്ക് നമ്മൾ അറിയാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത, അത് തള്ളയ്ക്കും മൂത്ത മകനും അറിയാവുന്ന കടമായിരിക്കും, മറ്റേ ഇളയ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ അബ്ദുൽ ലത്തീഫിൻ്റെ അടുത്ത് പണം ഈ പയ്യൻ പോയി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അത് കൊടുക്കാത്തത് കൊണ്ട് അവൻ്റെ വലിയച്ഛനോടും വലിയമ്മയോടും പ്രതികാരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവൻ്റെ ബാപ്പുമ്മയുടെ കയ്യിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ അവരുടെ മക്കൾ വാങ്ങിക്കൊടുത്ത ആഭരണം കഴുത്തിലുണ്ടായിരുന്നു. അത് മുമ്പ് പോയി ചോദിച്ചപ്പോൾ അവരൊരു മോതിരം കൊടുത്തു എന്ന് പറയുന്നു. രണ്ടാമത് ചോദിക്കുന്ന ഈ അടുത്ത സമയത്ത് ഈ സംഭവം നടക്കുന്ന ദിവസമാണോ അറിഞ്ഞുകൂടാ, അതിന് മുമ്പ് ആണോന്ന് അറിഞ്ഞുകൂടാ. അവൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് എൻ്റെ മക്കൾ വാങ്ങിച്ചു തന്ന മുതലാണ്, ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ മക്കൾ ബുദ്ധിമുട്ടാതെ, അല്ലെങ്കിൽ മക്കൾ ആരും തന്നെ സഹോദരങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമ്മളെ മുസ്ലിം സമുദായത്തിൽ നമ്മൾ ഇളയത് മൂത്തതൊക്കെയാണ് സാമ്പത്തിക, മരിച്ചു കഴിഞ്ഞാൽ ചിലവ്, മറ്റേ 3-ാം ദിവസം വരുന്ന ചിലവ്, 11-ാം ദിവസം വരുന്ന ചിലവ്, 40-ാം ദിവസം വരുന്ന ചിലവ്. അപ്പോൾ ആ ചിലവിനുള്ള സാമ്പത്തികം ഇവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം വിറ്റ് അത് നടത്തണം എന്ന ആ സ്ത്രീക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അത് കൊടുക്കാത്തത്. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇവൻ ആവശ്യപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവരുടെ മകളുടെ കയ്യിലോ മകളോ മരുമകളോ കയ്യിൽ വലിയ മാല കൊടുത്തു. ഒരു ചെറിയ മാല അവർ കഴുത്തിൽ അണിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ മാല ഇവരെ കൊന്നതിന് ശേഷം അവൻ എടുത്തുകൊണ്ടുപോയി പണയം വെച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുന്നത് ഉമ്മയ്ക്കും മകനും, അതായത് ഫെമിക്കും മൂത്ത മകൻ അഫാനും മാത്രം അറിയുന്ന കടബാധ്യത എന്ന് പറഞ്ഞാൽ, ഈ കടം വാങ്ങിച്ച പണം എന്തിനെങ്കിലും ഉപയോഗിച്ചതായി നമ്മൾ കാണണമല്ലോ. അതായത് ഒന്നെങ്കിൽ അവർ വീട് മോടി പിടിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അതുപോലെ ഒരു ആർഭാട ജീവിതം അവർ നയിക്കുന്നുണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണിൽപ്പെടുന്ന, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും പണം കൊണ്ടുള്ള ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഇവരുടെ കുടുംബത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു? അതായത് സൗദിയിൽ ഈ പറയുന്ന സ്പെയർ പാർട്സ് കടയിട്ട് അധ്വാനിക്കുന്ന അബ്ദുൾ റഹീം എന്ന കുടുംബനാഥൻ അറിയാത്ത രഹസ്യമായ ഒരു കടം ഇവർക്കുണ്ടായി എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കാണണമല്ലോ. നിങ്ങൾ അവിടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളോ നാട്ടുകാരോ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ച ഞങ്ങളുടെ ഭാഗത്ത്
ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി സൗദിയിൽ കടം ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് ആരുടെയെങ്കിലും പക്കൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്തു അവിടെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ ആ മാസം തോറും പലിശ കൊടുക്കാൻ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീണ്ടും മറ്റുള്ള ആളുകളിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്ത് അങ്ങനെ കടം പെരുകിയോ എന്നും നമുക്കറിയത്തില്ല. ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങളുമായിട്ട് യാതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ശരി. അങ്ങനെയാണെങ്കിൽ അഫാന്റെ ഒരു സ്വകാര്യ ജീവിതം എങ്ങനെയായിരുന്നു? അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരന്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ്, ജീവിത രീതികൾ എന്തൊക്കെയാണ്? നാട്ടുകാർ പറയുന്നത് വളരെ സൗമ്യൻ, ശാന്തശീലൻ, നാട്ടുകാരുമായി വലിയ ഇടപെടലില്ല, വൈകുന്നേരങ്ങളാകുമ്പോൾ രാത്രിയാകുമ്പോൾ ബൈക്ക് എടുത്ത് പോകുന്നു. ഈ മൊബൈൽ ഫോൺ പോലെയുള്ള സാങ്കേതിക വിദ്യയോട് അല്ലെങ്കിൽ അത്തരം ടെക്നോളജിയോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരാൾ. അതിനപ്പുറം ശ്രീ ജലീലിന് എന്തെങ്കിലും അറിയാമോ? ഇത് ഇപ്പോൾ പറഞ്ഞത് 100% സത്യമാണ്. ഇപ്പം ഈ നാട്ടിൽ അവൻ എല്ലാവർക്കും ഒരു ചെല്ലക്കുട്ടിയാണ്. ആൾക്കാരുമായി യാതൊരുവിധ പിണക്കമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നൊരു കുട്ടിയല്ല. നേരത്തെ ഇവൻ്റെ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ ആണ് ഒരു കാറുണ്ടായിരുന്നു. അത് 2.5 ലക്ഷം രൂപയ്ക്ക് ആർക്കോ പണയം വെച്ചു. ആ 2.5 ലക്ഷം രൂപ പണയം വെച്ചപ്പോൾ പിതാവിന് എന്തോ പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഇവൻ 4 ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് ആ വാഹനം വിറ്റു. ആ പിതാവിന് 1 ലക്ഷം രൂപയാണ് ഇവനോ ഇവൻ്റെ ഉമ്മായോ സൗദിയിലേക്ക് അയച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇവനൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റും പണയപ്പെടുത്തി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ബുള്ളറ്റ് ഇപ്പോൾ കാണാനില്ല. അതുപോലെ തന്നെ ഇവൻ പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവനൊരു 15 വയസ്സുള്ള സമയത്ത് അവൻ ആവശ്യപ്പെട്ട ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൻ അന്ന് വിഷം കഴിച്ചു. അതും പ്രത്യേകിച്ച് എലി വിഷമാണ് അവൻ കഴിച്ചത്. അന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതുപോലെ അവൻ നമുക്ക് അങ്ങനെ ആ വീട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയാണെന്ന് ഒരു കാര്യം കൂടി, ഈ അഫാൻ മദ്യം മയക്കുമരുന്ന് ഇത് ഉപയോഗിച്ചിരുന്നതായി ആരെങ്കിലും പറഞ്ഞതായോ താങ്കൾക്ക് നേരിട്ടോ അറിവുണ്ടോ? ഇല്ല, ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ അപകടം നടന്ന സമയത്ത് ഇങ്ങനെ ആരെയോ തള്ളയോ അടിച്ച് വീഴ്ത്തിയിട്ട് ബാറിൽ പോയി എന്നും അത് അവിടെ നിന്ന് മദ്യം കഴിച്ചു എന്നും അവിടെ നിന്ന് മദ്യം വാങ്ങി എന്നും ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോ റൂമർ അടിച്ച് വിടുന്ന അത് മൂലമാണ് ഞങ്ങൾ അറിയുന്നത്. അല്ലാതെ അതിനു മുമ്പ് അവനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാറില്ല. ഫർസാന എന്ന പെൺകുട്ടിയുമായി അഫാനുള്ള ബന്ധം, അതിന്റെ സ്വഭാവം താങ്കൾക്ക് അറിയുമോ? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഭാഗത്ത് ചർച്ചയിൽ അത് വന്നിട്ടില്ല. ശരി ശരി ശ്രീ